വടകരയിൽ കെ രമയ്ക്ക് ഫുട്ബോൾ ചിഹ്നമില്ല, മറ്റൊരു പാർട്ടിയുടെ ചിഹ്നമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരിയുടെ നടപടി. RMB സ്ഥിരമായി മത്സരിച്ചു വന്നിരുന്ന ചിഹ്നമാണ് ഫുട്ബോൾ. കഴിഞ്ഞ തവണ മത്സരിച്ചതും ഇതേ ചിഹ്നത്തിലായിരുന്നു. സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്നും നിയമപരമായി നേരിടുമെന്നും RMB അറിയിച്ചു. നിലവിൽ ടെലിവിഷൻ ചിഹ്നമാണ് കെ രമയ്ക്ക് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം RMBയുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിരുന്നത് ഫുട്ബോൾ ചിഹ്നത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനും ഇതേ ചിഹ്നമാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഫുട്ബോൾ ഗോവയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമാണ് എന്നും അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികൾക്ക് അനുവദിക്കാനാകില്ല എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ നിലപാടെടുത്തത്. ബുധനാഴ്ച വൈകുന്നേരമാണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചതെന്ന് RMB പ്രവർത്തകർ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച ചിഹ്നമാണ് ഫുട്ബോൾ. അതുപ്രകാരം നിയമസഭയിലെ ഒരു പ്രത്യേക ബ്ലോക്കായാണ് ഞങ്ങളുടെ MLA മുന്നോട്ട് പോരുന്നത്, RMB പ്രവർത്തകർ പറയുന്നു. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഈ ചിഹ്നം RMBI ചിഹ്നമായി കമ്മീഷന്റെ ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾക്ക് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ അനുവദിക്കപ്പെട്ടിരുന്ന ഒരു ചിഹ്നം റദ്ദ് ചെയ്യുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ ഞങ്ങളെയും കേൾക്കേണ്ട ബാധ്യതയുണ്ട്. എന്നാൽ ഏകപക്ഷീയമായി ഞങ്ങളുടെ ചിഹ്നം റദ്ദ് ചെയ്തിരിക്കുകയാണ്, അവർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിനാവശ്യമായ പോസ്റ്ററുകൾ വരെ അടിക്കുകയും മിക്കയിടത്തും സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഏകപക്ഷീയമായ ജനാധിപത്യ വിരുദ്ധമായ ഈ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങളിതിനെ നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്, RMB പ്രവർത്തകർ പറയുന്നു. താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി അംഗീകരിച്ച് ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരത്തിൽ ഉറച്ചുനിന്ന് മുന്നോട്ടു പോകാനാണ് UDF RMBI തീരുമാനം. TP ചന്ദ്രശേഖരൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും ടെലിവിഷൻ ചിഹ്നത്തിലാണ്.